ഞാൻ സന്തോഷ് മാത്യു വർഗി. ഞാൻ കൂടുതൽ അറിയപ്പെടുന്ന ആറാട്ടൻതിയിലാണ്. സന്തോഷ് മാത്യു വർഗിയായിട്ട് അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹം. കാരണം എൻ്റെ ഫാദറിൻ്റെ പേര് വരുന്നതാണ്. ഞാൻ ജനിച്ചത് പാലക്കാടാണ്. 1986 ജൂലൈ 4th. ജൂലൈ 17th നമ്മുടെ ലാലേട്ടൻ്റെ രാജാവിന് മൺ റിലീസ് ചെയ്തത്. ജൂലൈ 28th ദുൽഖർ സൽമാൻ ജനിച്ചത്. എൻ്റെ ഫാദർ വളരെ സന്തോഷിച്ച ദിവസമാണ്. പിന്നെ അവിടെ ഒരു വീട്ടിൽ അവിടെ 298 ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. 94 വരെ അവിടെയായിരുന്നു, 8 years വരെ ബാർമാന സ്കൂളിലേക്ക് പഠിച്ചത്. പിന്നെ ഫാദറിന് ട്രാൻസ്ഫറായി എറണാകുളത്തേക്ക്. അപ്പോൾ എറണാകുളത്തേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 30 years ആയി. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് പ്രാന്തനായിരുന്നു. ക്രിക്കറ്റ് പഠിത്തം ഒന്നിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നാണ്. ടെൻഡുൽക്കർ നമ്മൾ ക്രിക്കറ്റർ ആവണമെന്ന് നടന്നതാണ്. അന്ന് ഒരു രാഹുൽ ദ്രാവിഡ് സ്റ്റൈൽ പോലെ പഠിത്തം ക്രിക്കറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 12 വയസ്സിൽ എനിക്കൊരു ചെറിയ അബ്യൂസ് നടന്നു. അതിപ്പോൾ ഒരു വ്യക്തിത്വത്തെ ബാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 10th നല്ല മാർക്കുണ്ടായിരുന്നു. അന്നല്ല മാത്സിൽ ഭയങ്കര പ്രോഡിജി ചെയ്യായിരുന്നു. 2 മണിക്കൂർ പരീക്ഷ 1/2 മണിക്കൂർ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബയോളജി എടുക്കാൻ താല്പര്യമുണ്ടായില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് ബയോളജി എടുത്തത്. അങ്ങനെ അന്നേ എഞ്ചിനീയറിംഗ് അങ്ങനെ പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അങ്ങനെ പോവുകയാണെങ്കിൽ IIT പോകാൻ. അതിന് ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു രാജീവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് എൻട്രൻസ് റാങ്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ മെഡിസിൻ പ്രിപ്പയർ എഞ്ചിനീയറിംഗ് വെറുതെ എഴുതിയാണ്. അത് കഴിഞ്ഞ് അവിടെ മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി എൻ്റെ താല്പര്യം. അവിടെ മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി. അതെനിക്ക് 3 ഓൾഡൻസ് കിട്ടി. നെറ്റ്, JRF, ഗേറ്റ്, IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. അപ്പോഴാണ് ഫാദറിന് ഹെൽത്ത് പ്രോബ്ലം വന്ന് പുതിയ മെഡിക്കൽ ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അമ്മയുടെ കാലത്ത് ശേഷം യൂറോപ്പിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. യൂറോപ്പ്, ഡൽഹി, പിന്നെ ഹൈദരാബാദിലുള്ള ഫിലോസഫിയുള്ള സ്കോപ്പാണ്. ഫിലോസഫി സയൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഫിലോസഫി പറഞ്ഞാൽ വളരെ ബ്രോഡായ സബ്ജക്റ്റാണ്. ലൈഫിലെ എല്ലാ ആപ്ലിക്കേഷനിലും ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഫിലോസഫി ഉണ്ടായിരിക്കണം. 3000 years മുമ്പ് വന്നാണ് ഫിലോസഫി മാത്സ്, ഫിലോസഫി സയൻസ്, ഫിലോസഫി എഞ്ചിനീയറിംഗ്, ഫിലോസഫി ടെക്നോളജി, ഫിലോസഫി ആർട്ട്, ഫിലോസഫി റിലീജിയൻ, ഫിലോസഫി പൊളിറ്റിക്സ്. ഫിലോസഫി ഇല്ലാത്ത സ്ഥലമില്ല. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അക്കാഡമിക് ആയിട്ട് ഫാമിലിയാണ്. എൻ്റെ ഫാദർ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഗ്രേറ്റ് പേഴ്സണാണ്. എൻ്റെ ഫാദറെ കൊണ്ട് പറയുന്നതല്ല, പുള്ളി പഠിക്കാൻ വളരെ പഠിക്കാനായിരുന്നു. കാരണം വലിയ ഫിനാൻഷ്യൽ വീട്ടിലല്ല ജനിച്ചത്. അതുകൊണ്ട് പുള്ളി AMA എൻട്രൻസ് ഒരു എക്സാം ഉണ്ട്. അത് 1 വർഷം കൊണ്ട് ചെയ്തെടുത്തു റെക്കോർഡ് വേഗത്ത്. പിന്നെ ഹി ഹാസ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. എന്നെ പോലെ ഒന്നല്ല. പുള്ളിയുടെ പെങ്ങന്മാർ കെട്ടിച്ചു വിടുക, പിന്നെ ഒരുപാട് ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ പുള്ളിയുടെ മുമ്പിലൊന്നുമല്ല. പുള്ളി പ്ലാന്റ് മാനേജറായിരുന്നു, നല്ലൊരു എഞ്ചിനീയറായിരുന്നു, നല്ലൊരു മാനേജറായിരുന്നു. ഞാൻ വൈറലായി February 18th. March 30th ഫാദർ മരിച്ചുപോയി. ആ സമയത്ത് എൻ്റെ പീക്ക് ടൈമാണ് ഫെയിം ഉണ്ടാകും. പക്ഷെ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മദറാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയിൽ. നമ്മുടെ മമ്മൂട്ടിയുടെ ഒപ്പം മഹാരാഷ്ട്രയിൽ പഠിച്ചതാണ്. ഒരേ പ്രായമാണ്. പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. മെഡിക്കൽ എൻട്രൻസിൽ 60th റാങ്കിലായിരുന്നു. പഠിക്കാൻ എന്നെക്കാട്ടും ഭയങ്കര ബ്രില്യൻ്റായിരുന്നു. ഞാൻ അത്ര വരില്ല. ഞാൻ ബ്രില്യൻ്റാണ്, പക്ഷെ അത്ര ഹാർഡ് വർക്കിംഗ് ആയിരുന്നില്ല. പുള്ളിക്കാരത്തി ഇപ്പോൾ US MLL എഴുതി അവിടെ ഡോക്ടറേറ്റ് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു സയൻറ്റിസ്റ്റാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. അവർക്ക് മോളുണ്ട്. മോൾ മെഡിസിനിൽ കയറി ഹോപ്കിൻസിൽ. 2ാം സിസ്റ്റർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു മൈക്രോസോഫ്റ്റിൽ. ഹസ്ബൻഡ് ഒരു MNCയിൽ വൈസ് പ്രസിഡൻ്റാണ്. MBA കാരനാണ്. അവർ മോൻ ഡൽഹി IITയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. February 18, 2022. ആ ദിവസം തന്നെയാണ് എൻ്റെ ഫാദറിൻ്റെ ബയോപ്സി ചെക്ക് ചെയ്തത്. ഒരു ടേണിംഗ് പോയിൻ്റ് ഡേ ആണ്. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ പ്ലാനിങ് പോയി പൊളിഞ്ഞു പോയി. ഞാൻ വൈറലായ ദിവസം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ കാര്യങ്ങൾ വിട്ടുപോയി. ഫാദർ മരിച്ചുപോയി. എന്തായാലും വൈറലായതാണ് മോറൊരു മീഡിയക്കാരൊരു കോമാളി പേജ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് YouTube, Facebook ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്ക് ആവശ്യത്തിന് ഫാദറിൻ്റെ അസസ് ഉണ്ട്. ഫിനാൻഷ്യൽ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. YouTube, Facebook കമ്പൈൻ ചെയ്ത് 30,000 കിട്ടാറുണ്ട്. 30,000 കിട്ടാറുണ്ട്. 2 കമ്പൈൻ ചെയ്ത്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നല്ല റീച്ചാണ്. ലാലേട്ടൻ ആരാടി. പക്ഷേ പ്ലാൻഡ് അല്ല. അന്ന് ലാലേട്ടൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് അറിയാതെ അങ്ങനെ നാച്ചുറലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് പ്ലാൻഡ് അല്ല. ബാക്കി പിന്നെ വന്നതെല്ലാം കോമാളിത്തരം കാണിക്കുക, പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്തത്. എൻ്റെ ഒരു നാച്ചുറലായിട്ട് വന്നതാണ്. ഇവിടെ കേരളത്തിൽ തിയേറ്റർ റിവ്യൂ ആദ്യം തുടങ്ങിയ ആളെയാണ്. റിവ്യൂ വൺ ഡേ ഉണ്ട്, തിയേറ്റർ റിവ്യൂ ആണ്. വനന്തപുരത്തെ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെയാണ്. ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഈ ഓൺലൈൻ ഇൻഡസ്ട്രി വളരെ ഡൗൺ ആയിരുന്നു. അന്ന് എന്നിലൂടെയാണ് അവർ പൊങ്ങിയത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മീഡിയക്കാരെ എന്നെ അവഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത ആളെ ഞാനാണ്. പിന്നെ നിഷ്പക്ഷമായ ഫിലിം റിവ്യൂ എടുക്കുക. ഞാൻ അന്ന് ലാലേട്ടൻ്റെ ഫാൻസിലേഷൻ ലാലേട്ടൻ്റെ മാനേജറെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
എനിക്ക് സ്പെഷ്യൽ റിവ്യൂ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സംഭവം നടന്നു. പല പറയാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യം നടന്നു. ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആളാണ്. ഇതുവരെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ല റിവ്യൂണ്. ഇവിടെ മിക്ക ആൾക്കാർ പേയ്മെൻറ്റ് വാങ്ങിച്ചാൽ ചെയ്യുന്നത്. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ടായി എനിക്ക്. പിന്നെ മീഡിയ ഓൺലൈൻ മീഡിയ എനിക്ക് ദേശീയമില്ല പണ്ട് പോകാറുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി അത് കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാത്ത പല കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കോമാളി ഇമേജ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഗേൾസിൽ വാങ്ങി ശരിയാണ്. അവർക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല. വിത്തിൻ സെക്കൻഡ്സ് അവർ അറ്റാക്ക് ചെയ്തതാണ്. അന്ന് ഞാൻ ആ മീഡിയക്കാരോട് പറഞ്ഞതാണ്, ഞാൻ ഫസ്റ്റ് റിവ്യൂ ബാൻഡാണ്, ഞാൻ തന്നില്ല പറഞ്ഞു. അയാളുടെ നിർബന്ധത്തിൽ എനിക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ടായ പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ അടിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടിരുന്നു. അപ്പോൾ ഈ മീഡിയക്കാരെ എന്നെ വെച്ച് കാസ്റ്റാക്കിയ മീഡിയക്കാരെ എന്നെ രസിക്കേണ്ട പറഞ്ഞ് കണ്ടൻറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മീഡിയ കുറച്ചുകൂടി എത്തിക്സ് കാണിക്കണം. മീഡിയ നെഗറ്റീവ് കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. കാരണം ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവാണ്. പിന്നെ അതുപോലെ ഒരുപാട് സംഭവം നടന്നു. ഇപ്പോൾ കിംബോയ് അങ്ങനെ അവരൊന്നും റിവ്യൂ അല്ല പറയുന്നത്, വേറെ എന്തൊക്കെയോ കോപ്പറായ കാണിക്കുന്നു. എൻ്റെ അടുക്ക ശാന്തിവൽ നേഴ്സ് പറഞ്ഞ ആളെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ട്രിവാൻഡ്രം IFKക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് വേൾഡ് മലയാളീസ് മുഴുവൻ അറിയാം. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഫിലിം ഫീൽഡിൽ എല്ലാവരും ഇപ്പോൾ പ്രിയദർശൻ സാറിനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാവരും കോൺടാക്റ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ കഴിയാവുന്നതും ഞാൻ വ്യക്തിപരമായും റിവ്യൂവിൽ കൊണ്ടുവരാറില്ല. എനിക്ക് വളരെ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ സീക്രട്ട് ഇൻ്ററില്ല മാർക്കോൽ ഉണിമോന്തേരി അങ്ങനെ സംഭവം ഞാൻ ചെയ്യില്ല. ഇപ്പോൾ അമലിനീര് പറഞ്ഞ ആളെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബൊഗൈൻവില്ല ആയാലും മറ്റേ ബീച്ച് മേക്കാൻ പോസിറ്റീവ് കൊടുത്തത്. പടം നല്ലതാണ് പറയും, മോശം പറയും. ഞാൻ അഭിനയിച്ച പടം പോലും നെഗറ്റീവ് കൊടുത്ത ആളാണ് ഞാൻ. ബാഡ് ബോയ്സ് പടം ഗുണമില്ല. കാരണം ഒരു ഫിലിം ഹിറ്റാവണമെങ്കിൽ ആദ്യം ഫിലിം ലാഗ് പാടില്ല, ഒരു നിമിഷം പോലും ലാഗ് വരാൻ പാടില്ല. രണ്ടാമത് മാർക്കറ്റ് ചെയ്യണം. ബാഡ് ബോയ്സിൻ്റെ സിനിമ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു, പക്ഷേ ഫിലിം ശരിയായില്ല. ഒരു ലാഗ്. ഇന്നത്തെ പിള്ളേർ വേറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ക്ഷമയില്ല, റീൽസൊക്കെയാണ്. അപ്പോൾ ലാഗ് വന്ന പോക്കാണ്. ഇപ്പോൾ സ്റ്റോറി ഒന്നുമല്ല, മേക്കിംഗ് ആണ്. ലൂസിഫർ ഹിറ്റായത് അങ്ങനെയാണ്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ലാഗ് ഇല്ലാതെ രീതിയിൽ മേക്ക് ചെയ്യുക. പിന്നെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടി പോലെ ആരും വേണ്ട, ഫിലിം ഓടും. ഇവിടുത്തെ സിനിമാക്കാർ മനസ്സിലാക്കുന്നില്ല. ചില പടം നല്ലതായിരിക്കും, പക്ഷെ മാർക്കറ്റ് ചെയ്യില്ല. ചില പടം മോശമായിരിക്കും, മാർക്കറ്റ് ചെയ്യും. ഈ രണ്ടും വന്നാലേ ഫിലിം ഓടുള്ളൂ. അത് ഫിലിം ഉണ്ടാക്കുന്ന മുമ്പ് ഇവർക്കൊരു ബോധം വേണം. പിന്നെ ഇപ്പോൾ സിനിമ ഉണ്ടാക്കുകയാണ്. പണ്ടെല്ലാം ഓരോ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ വീട് പണയം വെച്ചൊക്കെയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞാൽ നടിമാരൊപ്പം നടക്കാൻ വേണ്ടിയും ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും പിന്നെ ഫോറിൻ സിനിമയും കോപ്പി അടിച്ച് ഉഴപ്പി ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ എന്താ കാര്യമുള്ളത്? സിനിമാക്കാർ മാത്രമാണ് കഷ്ടപ്പെടുന്നത്. പിന്നെ വേറെ കാര്യം പറയാം, ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല, പണ്ടത്തെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പ്രേക്ഷകന് കുറച്ചൊരു വേവ് കൂടുതൽ, അവർക്ക് കോടിക്കണക്കിന് വേവ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബ്ലാക്ക് മണി വൈറ്റ് കൺവെൻഷൻ നടക്കുന്നത്. ഇത് ആ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. ഒരു ഫിലിം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ആൾക്കാർക്ക് അക്സെപ്റ്റബിളായ രീതിയിൽ ഉണ്ടാക്കണം. ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് മനസ്സിലാക്കണം. അതിന് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും നല്ല മൂവീസ് ഇപ്പോൾ ചെയ്യുന്ന മമ്മൂട്ടിയും ഫഹദ് ഫാസിലുമാണ്. അപ്പോൾ ഈ വർഷം ലാലേട്ടൻ തിരിച്ചു വരികയാണ്. ഈ വർഷം എനിക്ക് മോഹൻലാൽ, ദിലീപ്, നിവിൻ പോളി എല്ലാം തിരിച്ചു വരും. മോഹൻലാൽ തുടരും, എമ്പുരാൻ, കുറേ നല്ല മൂവീസ് വരുന്നുണ്ട്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ആ പൾസ് മനസ്സിലാക്കും. അത് ഏറ്റവും വലുത് മനസ്സിലാക്കുന്ന ആളാണ് അൻവർ റഷീദാണ് ഡയറക്ടർ, അതായത് പ്രൊഡ്യൂസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രാവിൻകോട്ട് ശാപശരിയായില്ലെങ്കിൽ ബാക്കി ഒരുപാട് മൂവീസ് നന്നായിട്ട് പോയി. പുള്ളി രാജമാണിക്യം അന്നത്തെ ട്രെൻഡ് അതായിരുന്നു. അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡേയ്സ്, അങ്ങനെ പുള്ളിക്ക് ആ ട്രെൻഡ് അറിയാം, പൾസ് അറിയാം. ഇപ്പോൾ ശരിക്കും ഫിലിം മേക്കിംഗ് ഇതൊന്നുമല്ല, ആർട്ട് മൂവീസ് തന്നെയാണ്. ഇപ്പോൾ ജോൺ അബ്രഹാം പറയുമ്പോൾ ഈ ഹോളിവുഡ് ആക്ടർ പറയും, ബോളിവുഡ് ആക്ടർ അയാളല്ല. പണ്ട് ജോൺ അബ്രഹാം ആളുടെ 98 വെച്ചു. അയാൾ പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയല്ല, അയാളൊക്കെ റിയൽ സിനിമാക്കാരൻ, അല്ല മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ല. അന്ന് കുറേ ഫിലിം മേക്കേഴ്സിലായിരുന്നു, അരവിന്ദൻ, KG ജോർജ്, ഇങ്ങനെ അവരൊക്കെയാണ് റിയൽ ഫിലിം മേക്കേഴ്സ്. ഇപ്പോഴത്തെ മമ്മൂട്ടി പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ സിനിമ കണ്ടാൽ സിനിമ ഉണ്ടാക്കണം. മമ്മൂട്ടി പറഞ്ഞ സിനിമ കണ്ടാലും സിനിമ ഉണ്ടാക്കണം, ജീവിതം കണ്ട സിനിമ ഉണ്ടാക്കണം. ഇപ്പോഴത്തെ സിനിമകളിൽ റിപ്പീറ്റ് വാല്യൂ ഇല്ല, രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. കാരണം ജീവിതാനുഭവം ഇല്ല. ജീവിതം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ആ തിക്തമായ ജീവിതാനുഭവം ഇല്ല. അത് ലോഹിദാസിൻ്റെ ലോഹിദാസ് പടങ്ങൾ അങ്ങനെ അങ്ങനത്തെ പണ്ടത്തെ പടങ്ങൾ എത്ര കണ്ടാൽ നമുക്ക് മടുക്കില്ല, റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. കിരീടം, കിലുക്കല്ല. പക്ഷേ ഇന്നത്തെ ഒരു മൂവി രണ്ടാമത് കാണാൻ തോന്നുന്നില്ല, റിപ്പീറ്റ് വാല്യൂ ഇല്ല. കാരണം ജീവിതാനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഈ ഒരു വർഷം മലയാളം സിനിമയ്ക്ക് നല്ലൊരു ഇയറായി മാറാൻ പോവുകയാണ്. എല്ലാവരും തിരിച്ചു വരികയാണ്. ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. കാരണം എല്ലാവർക്കും മാർക്കറ്റ് ഉണ്ട്, ഫാൻ ബേസ് ഉണ്ട്. നല്ലൊരു ഇയറിൽ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ രേഖാചിത്ര നല്ല പടമാണ്. കുറേ നല്ല പടം ഇറങ്ങുന്നുണ്ട്. പിന്നെ വസന്തകാലം എന്ന് പറയുമ്പോൾ പണ്ട് 80s മമ്മൂട്ടി മോളെ മാത്രമേ, ഇപ്പോൾ എല്ലാവരും വരുവാണ്. ആസിഫ് അലി സൂപ്പർ താരമല്ല, സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോവിനോ ആയാലും മറ്റേ മുടുകുതിര സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ
ആസിഫ് അലി സൂപ്പർ നടനായി മാറുകയാണ്. പിന്നെ ആരും ലാലേട്ടനെ ശക്തമായി തിരിച്ചുവരാൻ പ്ലാൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ടോവിനോ, പൃഥ്വിരാജ്, ദിലീപ് എല്ലാം ചേർന്ന ഒരു ഇതായി വരണം. ഇല്ല ആകെ ഒതുക്കപ്പെട്ട് പോയ മഞ്ജു വാര്യരാണ്. അവർക്ക് ഇനി ഒരു തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അവർ ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണ്. പിന്നെ നടിയെ ആക്രമിച്ച കേസ് ഈ വർഷം വരുന്ന നമ്മുടെ ജുഡീഷ്യലാണ് എനിക്ക് വലിയ ബിലീഫില്ല. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടുന്നുണ്ട്, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. ആളുകൾക്ക് മാനസിക വളർച്ചയില്ല. ഇന്നിപ്പോൾ കേരളത്തിലെ ആണുങ്ങളുടെ ജീവിതം വളരെ കഷ്ടമാണ്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു ആണിൻ്റെ ജീവിതം നശിപ്പിക്കാം. ഇപ്പോൾ എൻ്റെ പേരിലാണ് ട്രാൻസ്ജെൻഡർ കേസ് വന്നത്. ആളെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ടാണ് എൻ്റെ പേരിൽ കേസ് വന്നത്. പിന്നെ നിവിൻ പോളിക്കെതിരെ വന്ന കേസാണ്. അപ്പോൾ അത് ഇങ്ങനെ കേസ് കൊടുക്കുമ്പോൾ അവർ ജെന്യൂൻ അല്ലാന്ന് തെളിയുമ്പോൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ മുതലെടുപ്പ് ആർക്ക് വേണമെങ്കിൽ ആർക്കെതിരെ വരാം. ഒരാളുടെ ജീവനം വെച്ച് കളിക്കുന്നതാണ്. ഇപ്പോൾ ഞാനായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, വേറെ ആളാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് തന്നെ. ഇതെല്ലാം വളരെ എസ്പെഷ്യലി സാറ്റലൈറ്റ് മീഡിയയിൽ കാണിക്കുന്ന മഹാ തെണ്ടത്തരമാണ്. ഒരു ദിവസം പോയി എൻ്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അത് വളരെ മോശം കാര്യമാണ്. ഓൺലൈൻ മീഡിയയുടെ എനിക്ക് ഉദ്ദേശിച്ചില്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടി നീഡാണ്. ഗാന്ധിജി പറഞ്ഞ പോലെ നീഡിന് വേണ്ടിയാണ് ഓൺലൈൻ മീഡിയ ചെയ്യുന്നത്. പക്ഷേ സാറ്റലൈറ്റ് മീഡിയ ചെയ്യുന്നത് ഗ്രീഡാണ്. അവർ കാണിക്കുന്നത് എനിക്ക് മാനസിക കേസ്, ഡിഫമേഷൻ കേസ്, പക്ഷേ എന്ത് കൊടുത്താലും പോയ ഇമേജ് പോയി. ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ലാത്തതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. വളരെ ഇമേജ് കോൺഷ്യസ് ആളാണെങ്കിൽ സൂയിസൈഡ് അങ്ങനെ പല ഇതിലേക്ക് പോവാം. ഇതെല്ലാം മീഡിയക്കാർ കുറച്ച് എത്തിക്സ് കാണിക്കണം. എത്തിക്സ് സംഭവം ഈ ലോകത്ത് ഇപ്പോൾ എവിടെയില്ല. ഇപ്പോൾ ഇപ്പോൾ ഇന്നാളൊരു ലിപ്ലോക്ക് സീൻ വന്നു, ഞാനും പറയാം, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഡീപ് ഫേക്ക് വന്ന് നാരായണമൂർത്തി തിരുവള്ള. ഇതെല്ലാം വളരെ അന്ന ആളെ നമുക്ക് ട്രേസ് ചെയ്യാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം വന്നത് ആരാട്ടൻ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി, ആരാട്ടൻ്റെ പേര് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ആക്കിയിട്ട് ദിസ് ലിപ്ലോക്ക് വാസ് ഒറിജിനൽ മണി എഴുതിപ്പിക്കുന്നു. ഇതെല്ലാം ടെക്നോളജി മിസ്യൂസ് ചെയ്യുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്, സ്റ്റീവ് വോസ്നിയാക്ക് പോലെ പറഞ്ഞാണ് ഇത് മിസ്യൂസ് ചെയ്യപ്പെടും. ആ മിസ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി സൊസൈറ്റിയിൽ വേണ്ട എത്തിക്സാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം മിസ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ടെക്നോളജി ഒരു സ്ത്രീം വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം കളയാം. പോമർ ലുലു, വിജയ് ബാബു എത്ര പേരെ വിട്ടിരിക്കണം. പെൺകുട്ടികളെ കൂടുതൽ തയ്ക്കണം, ആണുങ്ങളല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഞാൻ കുറ്റം പറയല്ല, ഈ ഫെമിനിസം വരുമ്പോൾ പെണ്ണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് പ്രശ്നമാണ്. രണ്ടുപേരും കുറ്റമുണ്ട്. ഇപ്പം നമുക്കൊരു നമ്മൾ ലവ് ആണെങ്കിൽ നമുക്കൊരു ബാറ്റ് വരുമ്പോൾ അവരുണ്ടാവില്ല. ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, വിദ്യാഭ്യാസം ഉണ്ട്, അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അവരാരും പറയുന്നത് കേൾക്കില്ല. കേൾക്കേണ്ട ആവശ്യമില്ല. പേരൻസ് പറഞ്ഞ പോലും കേൾക്കില്ല. അവർക്ക് കല്യാണം വേണ്ട. ഇനിയുള്ള കാലത്ത് യൂറോപ്പിലൊന്നും മാരേജ് ഇല്ല. ഒരങ്ങനെ നല്ലതാണത്. ഇവർ വളരെ കരിയർ ഓറിയൻറ്റഡാണ്. ഇവർക്ക് ഇപ്പോഴത്തെ മിക്ക പെണ്ണുങ്ങൾക്കും അമ്മയാവാൻ ആഗ്രഹമില്ല, മദറോട് വേണ്ട. അവർ കരിയർ മുന്നോട്ട് പോകുന്നു. അവർക്ക് എൻ്റെ അടുക്ക പിന്നെ തബു പറഞ്ഞൊരു കാര്യം പറഞ്ഞ കാര്യം, എനിക്ക് സിംഗിളായിട്ടിരിക്കാൻ താല്പര്യം. ഇപ്പം മിക്ക പെണ്ണുങ്ങളുടെ സിംഗിളാണ്. അവർക്ക് മറ്റേ സെക്സ്വൽ നീഡുകൾ അവർ ബോയ് ഫ്രണ്ട് ആയിട്ട് ചെയ്യും. പിന്നെ അവസാനം അവർക്ക് പിള്ളേർ വേണമെന്ന് തോന്നി അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ പെണ്ണുങ്ങൾ വളരെ പ്രാക്ടിക്കലാണ്. ഇന്നിപ്പോൾ ആണുങ്ങൾക്ക് കല്യാണിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പെണ്ണുങ്ങൾ കല്യാണിക്കാൻ താല്പര്യമില്ല. കാരണം കല്യാണം കഴിച്ചാൽ ഫ്രീഡം പോവും, പലതുകൊണ്ട്. പണ്ടത്തെ ആണുങ്ങളുടെ പ്രശ്നം, ഇപ്പോഴത്തെ ആണുങ്ങൾ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡറാണ്. പണ്ടത്തെ ആണുങ്ങൾ വളരെ നാരോ മൈൻഡറും വളരെ സോവനിസ്റ്റിക്കലായിരുന്നു. ഇപ്പോഴത്തെ ആണുങ്ങൾ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡറാണ്. അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ WCC പറയുന്ന പോലും പുരുഷവിരുദ്ധരെ കാണിക്കുന്നത്. ഇവിടെ സാന്ദ്ര തോമസ് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കറിയാവുന്ന ആളാണ്. സാന്ദ്ര തോമസ് കൃത്യമായിട്ട് പറഞ്ഞു. WCC എന്താ ചെയ്യുന്നത്? അവർക്ക് താല്പര്യ ടോപ്പിൽ മാത്രം ഇൻവോൾവ് ചെയ്യാം. ആണുങ്ങൾ ഈക്വലായി വരണം. അപ്പോൾ ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ലോജിക്കലായി ചിന്തിക്കുന്ന ആണുങ്ങളാണ്. പെണ്ണുങ്ങൾ ഇമോഷണലാണ്. പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് പറ്റില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് പല കാര്യം അറ്റ് ടൈം ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഈക്വലായിട്ട് പോകാം. ഈക്വാലിറ്റിയാണ് വേണ്ടത്. ആരും ഡോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആണും ഡോമിനേറ്റ് ചെയ്യേണ്ട, പെണ്ണും ഡോമിനേറ്റ് ചെയ്യേണ്ട. ഫാമിലിയിലായാലും എവിടെയാണ്. പണ്ടുള്ള ഭയങ്കര ഇപ്പോൾ റിലീജിയനായാലും ഭയങ്കര മെയിൽ ഡോമിനേഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനിയുള്ള കാലത്ത് കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു കോൺസെപ്റ്റ് പോവുകയാണ്. നല്ല പറഞ്ഞാൽ അന്ന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞാൽ ഒരു പെണ്ണ് പറയാൻ കാരണം ഡിസിപ്ലിൻ വരാൻ വേണ്ടിയാണ്. ഇത് അരാജ്യത്തിലേക്ക് ബോംബെ പ്രശ്നം, അച്ചടക്കമില്ലാതെ ബോംബെ പ്രശ്നം വരുന്നു. ഞാൻ മറ്റേ 12 വയസ്സിൽ ഒരാളെ സെക്സ്വലി മെച്ചുറാവും. ഇവർ കല്യാണം കഴിക്കുന്നത് 30 വയസ്സിലാണ്. ഈ 18 വർഷം ഇവരെന്ത് ചെയ്യും? ഇവരുടെ വികാരം കൊടുക്കുകയും ചെയ്യും, എന്നാൽ ഉപയോഗിക്കാനും പാടില്ല, റിലീജിയൻ പറയണം. അപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താ അറിയില്ല, അവർക്ക് മദറോടില്ല. മദറോട് വരുമ്പോൾ ആ സ്ത്രീക്ക് കരുന്നതയാ, അങ്ങനെ പല കാര്യം വരുന്നത്. ഇവരിപ്പോൾ കരിയർ വെച്ച് പോകുന്നു, മറ്റേ സെക്ഷൽ നീടുന്ന ഒരു ബോയ് ഫ്രണ്ട് വെക്കുന്നു. ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരുന്ന ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ട്രൂ ലവ് ഇല്ല. ഞാൻ നിത്യവിനോട് എനിക്ക് ട്രൂ ലവ് ആയിരുന്നു, ലെസ് ലവ് പറഞ്ഞു. ട്രൂ ലവ് ആകുമ്പോൾ ഞാൻ സൂയിസൈഡ് ഇങ്ങനത്തെ പ്രണയ നിരാശയിലുണ്ടാവുന്നു. പക്ഷേ അവിടെ നോക്കി ഇതാണുള്ളത്.
ഇവർ ബ്രേക്കപ്പ് ആകുമ്പോൾ ഒരു വിഷമമില്ല. അതാണ് പുതിയ പിള്ളേർ പ്രാക്ടിക്കലാണ്. ഇപ്പോൾ പുതിയ പിള്ളേരിന് ആത്മഹത്യ ചെയ്യുന്നില്ല പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ്. ഇന്ന് ഒരാൾ ബ്രേക്കപ്പ് ആയാൽ 2 ദിവസം കഴിഞ്ഞ് വേറെ ആൾ. ഒരു കണക്കിന് നമുക്ക് പ്രാക്ടിക്കൽ അല്ല, ലസ്റ്റാണ്, ലവ് അല്ല. പക്ഷെ ഒരു കണക്കിന് അതാണ് നല്ലത്. കാരണം സൂയിസൈഡ് ഇങ്ങനെ നടക്കില്ല. ഈ പഴയ ജനറേഷൻ ട്രൂ ലവ് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക പലതും ചെയ്യുന്നത്. അത് ട്രൂ ലവ് എന്ന് പറയുമ്പോൾ, ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആത്മാർത്ഥതയുണ്ട്. ഇവിടെ ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ പ്രശ്നമില്ലാത്ത. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയത് ബ്രേക്കപ്പ് ആകുമ്പോൾ ആണുങ്ങളാണ് കൂടുതൽ എഫക്റ്റഡ് ആവുന്നത്. പണ്ട് പെണ്ണുങ്ങളായാലും 2000 കഴിഞ്ഞ് ജനിച്ച പിള്ളേരാണ് പറയുമ്പോൾ 2004 ഫേസ്ബുക്ക് വന്നത്. അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നെഗറ്റിവിറ്റി, മറ്റുള്ളവരെ സാഡിസ്റ്റ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. അതാണ് എൻ്റെ നേരെ നടക്കുന്നത് ജെൻസി പിള്ളേർ. പക്ഷേ അവർക്ക് വേറെ ഉള്ള ഗുണങ്ങളുണ്ട്. അവർ വളരെ പ്രാക്ടിക്കലാണ്. പിന്നെ അവർക്ക് ലൈംഗിക ദാരിദ്ര്യമൊന്നുമില്ല. കാരണം അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ അവർക്ക് മനുഷ്യത്വം കുറവാണ്. ഈ കളിയാക്കുവാനോ കേരളത്തിലെ ആൾക്കാർ വൃത്തിയുടെ സ്വഭാവമാണ്. നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ മറ്റേ ആൾ ലാഫും സ്മൈലും വ്യത്യാസമുണ്ട്. ശരിക്കും ലാഫും ഇവന് കളിയാക്കുമ്പോൾ മറ്റേ ആൾ ഹേർട്ടാകുമ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ ഭയങ്കര നെഗറ്റീവായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്നെ കൂടെ ആൾക്കാർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ കമൻസിൽ എന്തൊക്കെ വൃത്തിയായിട്ട് വെക്കുന്നത്, അതിനെതിരെ ഒരു ആക്ഷനും ഒന്നും വരുന്നില്ല. അതിനെതിരെയാണ് ആക്ഷൻ വേണ്ടത്. പിന്നെ ഫിലിം ഫീൽഡ് പറയുമ്പോൾ ഇവിടെ മെയിൻലി 4: ഒന്ന് കള്ള്, ഡ്രഗ്സ്, പിന്നെ സ്ത്രീ വിഷയം. ഇത് 3 ഒരു കലാകാരൻ്റെ വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് ഇത് 3 വരാൻ കാരണം. കള്ള്, ഡ്രഗ്സ്, സ്ത്രീ വിഷയം. പിന്നെ ഈ ചതി വരാൻ കാരണം സിനിമ ബിസിനസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നിട്ടുണ്ട്, ആക്ടർ ബാല പറഞ്ഞ പോലെ അത് വന്നു വഴി പോയി, ഇപ്പോൾ ഒന്നും കേൾക്കണില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യണം, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല പറയും. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യണം, സ്ത്രീകൾ മാത്രമല്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ഹേമ കമ്മിറ്റി മുക്കി വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാവരുടെയും പേരുണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തൊക്കെ വേണം സിനിമ ഫീൽഡ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ WCC ഈ നടിയാക്രമണ കേസിന് ശേഷമാണ് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വന്നത്. മറ്റേത് പച്ചയായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ആണും പെണ്ണും മ്യൂച്വലി കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിർബന്ധിക്കുമ്പോൾ ചെയ്യാൻ പ്രശ്നം വരുന്നത്. പിന്നെ നിങ്ങളൊരു പ്ലേ ബോയ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ആളാണ് കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല. അത് മക്കളെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് പിള്ളേരെ ബാധിക്കും. അതാണ് അമേരിക്കയിലുള്ള ഒരുപാട് ബ്രോക്കൺ ഫാമിലീസ് വന്നിട്ടുണ്ട്. അതെല്ലാം ബാധിക്കും. അപ്പോൾ ഇതെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട വളരെ ഇതേണ്ടാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം വരാനുണ്ട്. ഇവിടെ ആൾക്കാർ മാർക്ക് മാത്രം നോക്കുന്നത്. മാനസിക വളർച്ചയുണ്ട്. ഇപ്പോൾ ഭയങ്കര പഠിപ്പിച്ചിട്ട് പിള്ളേരെല്ലാം അവർക്ക് നോളജ് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, പക്ഷേ മാനസിക വളർച്ചയില്ല. അപ്പോൾ അങ്ങനത്തെ ശരിക്കും എഡ്യൂക്കേഷൻ അല്ല നടക്കുന്നത്. ഇപ്പോൾ IIT IIM എടുത്താൽ അവിടെ പോലും കൊമേഴ്സ്യലൈസ് ചെയ്യാണ് എഡ്യൂക്കേഷൻ. അവിടെ നടക്കുന്ന പ്രോബ്ലം സോൾവിങ് മാത്രം. എനിക്ക് IIT ബോംബെ കിട്ടിയതാണ്. പ്രോബ്ലം സോൾവിങ് മാത്രമാണ്. ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ ഒരു ഫീൽഡ് ഗ്രോ ചെയ്യണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും വേറൊരാളുടെ ഐഡിയ എടുക്കുന്നത്, ചിന്തിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഐഡിയ വരുന്നത്. അപ്പോൾ വായനയും വേണം, ചിന്തയും വേണം, രണ്ടും വേണം. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പോരാ. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയാൽ തന്നെ പല പ്രശ്നങ്ങളും സോൾവ് ആവും. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം. പിന്നെ കേരളത്തിലെടുത്തിന് ഒരുപാട് പ്രശ്നമാണ്. ഈ മാനസിക രോഗം വളരെ മോശം രീതിയിൽ കാണുന്നത്. പിന്നെ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ ഇവിടെ പഠിക്കാൻ മോശമായിട്ട് മണ്ടർന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ മെസ്ട്രെയിൻ ലെഫ്റ്റ് ബ്രെയിനാണ്, റൈറ്റ് ബ്രെയിൻ മെസ്ട്രെയിൻ ഇല്ല. റൈറ്റ് ബ്രെയിനിലാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. ഇപ്പോൾ സിനിമാക്കാരെല്ലാം റൈറ്റ് ബ്രെയിൻ്റെ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സമൂഹത്തിൽ യാതൊരു വിലയില്ല. പിന്നെ ഈ സെക്സ്വാലിറ്റി സംഭവം അത് ഇവിടുത്തെ റിലീജിയൻസ് അവരുടെ പാപം അങ്ങനെ എടുക്കണം. ഇത് എല്ലാവർക്കും ഉള്ള വികാരമാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രോസസ് നേച്ചറിന് കൊടുക്കാമായിരുന്നു. പ്ലഷറും വേണ്ട, പെയിനും വേണ്ട, പിള്ളേരുണ്ടായിട്ട് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പ്ലഷർ കൊടുത്താലാണ് മിസ്യൂസ് ചെയ്യുന്നത്. ഇതിനെ വളരെ പാപമായിട്ടൊക്കെയാണ് ഈ പല റിലീജിയനും കാണുന്നത്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യം വളരെ ഹൈ ആണ്. പുതിയ ജനറേഷൻ അല്ല. 2000 കഴിഞ്ഞ പിള്ളേർക്ക് അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. പഴയ ജനറേഷൻ. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു അമ്മമാരെല്ലാം ഇങ്ങനെ പല കമൻറ്റിടുന്നത്. പക്ഷേ അവർ കുറ്റപ്പെട്ട് കാര്യമില്ല, അവരുടെ ജീവിത സാഹചര്യമാണ്. പക്ഷേ അവർക്ക് ജലസി തോന്നുകയാണ് പുതിയ ജനറേഷനോട്. സെക്സ്വൽ ജലസി അല്ല, സെക്സ്വൽ ഹിപ്പോക്രസി അല്ല. ഈ സദാചാരം പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ മോശം ആൾക്കാർ. ഇവരിങ്ങനെ പറയുകയും ചെയ്യാൻ ഉള്ളിൽ വേറെ ഒന്നാണ്. ഇത് തുറന്ന് പറയുന്ന ആൾക്കാർ മോശക്കാരും ഒളിച്ചു വെക്കുന്നവർ മാന്യന്മാരുമാണ്. ഇപ്പോൾ പണ്ട് മാധവിക്കുട്ടി ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പല കാര്യം. അവർ പറഞ്ഞപ്പോൾ അവർ മോശക്കാരിയായി. ഇവിടെ മുഴുവൻ ഹിപ്പോക്രസിയാണ്. പക്ഷെ പറയുന്ന ഒന്ന്, ചെയ്യുന്ന വേറെ ഒന്ന്. രാഷ്ട്രീയക്കാർ പോണേ. പിന്നെ ഇപ്പോൾ ക്രൂക്കഡ്നെസ് ബുദ്ധിയാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. ക്രൂക്കഡ്നെസ് ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മലയാളികൾക്ക് അസൂയയും വക്രതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ആളുടെ രാജീവ് സ്വാമി പറഞ്ഞ 10th ടോപ്പറായിരുന്നു, 12th ടോപ്പറായിരുന്നു, IIT ടോപ്പറായിരുന്നു, എല്ലായിടത്തും ടോപ്പറായിരുന്നു. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ് എല്ലാം പോയി. ഇവിടെ രാഷ്ട്രീയക്കാർ കളഞ്ഞു. അപ്പോൾ അത്രയും വലിയ രാജീവ് സ്വാമിയാണ് ഇൻ്റലിജൻറ്റ്. ഈ ക്രൂക്കഡ്നെസ് കാണിക്കുന്ന രാഷ്ട്രീയക്കാരാണോ ഇൻ്റലിജൻറ്റ് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്.
അയാളാണ് ഇൻ്റലിജൻറ്റ്, ഇവർ കാണിക്കുന്ന ക്രൂക്കഡ്നെസ്സാണ്. പിന്നെ ബേസിക്കലി ഇപ്പോൾ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു പറയും എത്തിക്സാണ് വേണ്ടത്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ സിനിമയെന്ന് പറഞ്ഞ ആൾക്കാർ പൊതുവേ ഇപ്പോഴത്തെ യൂത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ എടുക്കണം. ഇപ്പോൾ വേൾഡ് സിനിമയിൽ കാണുമ്പോൾ അത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, എഡ്യൂക്കേറ്റീവാണ്. ആ രീതിയിൽ ആ സിനിമ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, മെസ്സേജിൻ്റെ രീതിയിൽ ആ രീതിയിൽ എടുക്കണം. അതിപ്പോഴത്തെ യൂത്ത് എടുക്കുന്നില്ല. ഞാൻ നല്ലൊരു ചാനൽ ചർച്ച ചെയ്യാൻ പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നു. ഇവിടെ അല്ലു അർജുൻ പടം അല്ലെങ്കിൽ രജനീകാന്ത് പടം, വിജയ് പടങ്ങളൊക്കെയാണ് ഓടുന്നത്. അത് ആ പടങ്ങൾ പറഞ്ഞാൽ വെറും മാസ് മൂവീസാണ്. അങ്ങനത്തെ മൂവീസ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊഴുക്ക്, അങ്ങനെ എത്ര നല്ല മൂവീസ് ഉണ്ട്, ആട്ടം, അങ്ങനത്തെ മൂവിയുടെ പരിധിക്കപ്പുറത്ത് ഓടില്ല. അത് പണ്ട് പോലെ അങ്ങനെയാണ്. കാരണം മാസാണ് 98% ആൾക്കാർ, അവരുടെ ഫിലിംസേ എന്നും ഓടുള്ളൂ. അതല്ല, ഭയങ്കര അഭിനയമാണ്, അവൻ ഭയങ്കര ആക്ടിങ് ആണ്. അവന് പാവമായിട്ട് പലർക്കും തോന്നും. അവൻ പാവമല്ല, പാവമായിട്ട് അഭിനയിക്കുകയാണ്. പൊട്ടനാണെന്ന് പലരും പറയും. പൊട്ടനല്ല, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്. അവൻ ലൈഫിൽ അഭിനയിക്കുന്ന ആളാണ്. പക്ഷേ ആ അഭിനയം സിനിമയിലും കാണിച്ചിട്ടില്ല, ഷോർട്ട് ഫിലിമിലും കാണിച്ചിട്ടില്ല. നല്ലൊരു അഭിനേതാവാണ്. അവൻ ആൾക്കാർ പുച്ഛമാണ്. കാരണം ഇവരെ മണ്ടന്മാരാക്കുകയാണ്. ഇവർ പറയും ഇയാൾ പൊട്ടനാണല്ലേ. ശരിക്കും അവനല്ല പൊട്ടൻ, അവൻ ആൾക്കാർ പൊട്ടന്മാരാക്കുകയാണ്. ഇപ്പോൾ കിഷ്കിന്ത കാണ്ട, കിഷ്കിന്ത കോണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതെല്ലാം പ്ലാൻ ചെയ്ത് പറയാനാണ്. ഇവരെ വിഡ്ഢികളാക്കുകയാണ്. ഇവരുടെ വിചാരം ഇവനെന്തൊരു പൊട്ടൻ. ശരിക്കും അവനാണ് ഇവർ പൊട്ടന്മാരാക്കുന്നത്. അങ്ങനെ പാവന് വിവേചിച്ചു. അങ്ങനെ വളരെ ഇഷ്ടം. ശരിക്കും അവൻ പാവമല്ല. ഞാൻ ആദ്യകാലത്ത് ഹെൽപ്പ് ചെയ്യാൻ കാരണം പാവാണ് വിചാരിച്ചാണ്. പക്ഷെ അവൻ പാവമല്ല. അവൻ വളരെ സെൽഫിഷ്. ഇപ്പോൾ അവൻ്റെ അടുത്ത ഒരു വെല്ലുമെച്ചിയും വെല്ലുപ്പിച്ചും വന്നപ്പോൾ സീറ്റ് കൊടുത്തില്ല. ഒരു പെണ്ണ് വന്നപ്പോൾ കൊടുത്തു. അതേപോലെ പറയാൻ അച്ഛനമ്മയും കുറച്ചാൽ ഇതിനെ ഓഡിയോമിലാക്കിയിട്ട് പുള്ളി സ്വത്ത് കൊണ്ട് പോകുന്നു. കല്യാണിക്ക് പെണ്ണ് കറുത്ത പെണ്ണാവരുത്. ഇതെല്ലാം എന്തൊക്കെയാണ് പറയണത്? ശ്രീധരൻ നിർത്തിക്കഴിഞ്ഞു. എന്നിട്ട് ശ്രീധരൻ്റെ കാര്യം പറയണം. ഇങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചു. ഈ മണ്ടത്തരം പറയണതൊന്നും അറിയാതെ പറയുന്നതല്ല, മണപ്പൂർവ്വം പറയാനാണ്. അയാൾ ഒരുപാട് കള്ളം പറയുന്ന ആളാണ് ദിനേൻ. അയാൾക്ക് ഇപ്പം ഞാനെല്ലാം സെക്സ്വൽ കാര്യങ്ങളെക്കുറിച്ച് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, പക്ഷെ പുറത്ത് പറയില്ല. ഞാൻ പുള്ളിക്ക് ഏറ്റവും വലിയ ഫീൽഡ് രാഷ്ട്രീയമാണ് പറഞ്ഞു, സിനിമയല്ല പറഞ്ഞു. പുള്ളിയെ കൊണ്ടുവന്ന ഒരാളുണ്ട്, റസ്റ്റാഗ് മട്ടഞ്ചേരി. ആ പുള്ളി തള്ളിയപ്പോൾ ആട്ടയന് പുറകെ നടക്കുന്നത്. കാരണം ആട്ടയന് കോൺടാക്ട്സ് ഉണ്ട്. കൊണ്ടുവന്ന ആളെ മറന്നു. എന്തായാലും ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയ ആളാണ്. അല്ല വെറുതെ ഇനി അവനെ എവിടെ കല്യാണം നടക്കാമെന്ന് പറഞ്ഞു. ഈ ഇമേജ് വെച്ച് എന്ത് കല്യാണം നടക്കാമെന്ന് പറയുന്നത്? അവൻ എന്നോ പറയാണ്, അവനെ കല്യാണം കഴിയുമ്പോൾ പെണ്ണിൻ്റെ അപ്പൻ വെർജിനിറ്റി ചെക്ക് ചെയ്യും. ആണുങ്ങൾക്ക് വെർജിനിറ്റി ടെസ്റ്റ് ഇല്ല, അതവനറിയില്ല. പിന്നെ അയാളുടെ അവസ്ഥ അതല്ലേ, ഇവൻ്റെ വെർജിനിറ്റി ചെക്ക് ചെയ്യില്ലല്ലോ അയാളുടെ പരിപാടി. അയാളുടെ പണി അതല്ലേ. ഇവനിന് പെണ്ണ് കേട്ട് നടക്കില്ല. ഇവൻ്റെ ഇമേജ് അത്രയ്ക്ക് മോശമായി. ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബിഗ് ബോസും കിട്ടിയില്ല, അവന് പെണ്ണ് നിർത്തും. എൻ്റെ ഒരു പലചരക്ക് കട തുടങ്ങും, പെരേര സ്റ്റോഴ്സ് പറഞ്ഞ്. അതാണ് നടക്കാൻ പോകുന്നത്. എന്തോ കട തുടങ്ങാൻ പ്ലാനുണ്ട്. പുള്ളിയുടെ പെങ്ങളുടെ എല്ലാം മുഴുവൻ നടന്നു പോകുന്നില്ല, അത്രയ്ക്ക് മോശം ഇമേജായി. പുള്ളിയുടെ അമ്മയുടെ ജോലി പോയി. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. കുറേ എല്ലാം തള്ളാണ്. സത്യം പറയുന്നത് വളരെ കുറവാണ്. മിക്കെന്ന് പറയുന്ന കള്ളങ്ങളാണ്. പക്ഷെ അവൻ ഉദ്ദേശിച്ചാൽ നേടി, അത് സമ്മതിക്കണം. അവൻ വൈറലാകുമ്പോൾ വൈറലായി. അവനിപ്പോൾ സിനിമയിൽ കയറി. ഇപ്പോൾ സിനിമയിൽ കുറച്ച് സിനിമയുണ്ട്, അത് കയറി. അവൻ എന്ത് ഉദ്ദേശിച്ചാൽ അവൻ നേടി. അത് അവൻ രാഷ്ട്രീയത്തിൽ പോയാൽ നന്നായിട്ട് പോകും. ഇപ്പോൾ ദിലീപിന് ആൾ ശരിക്കും ബിസിനസ് ലൈനിൽ പോകേണ്ട ആളാണ്, സിനിമയിൽ വരേണ്ട ആളല്ല. അതേപോലെ ഇയാൾ രാഷ്ട്രീയത്തിൽ പോയാൽ ഈ ഫെയിം വെച്ച് രാഷ്ട്രീയത്തിൽ കയറുകയാണ്, നന്നായിട്ട് കയറും. കാരണം അങ്ങനത്തെ ഒരു വക്രതയാണ്, ക്രൂക്കഡ്നെസ് ഉണ്ട്. ശരിക്കുള്ള ബുദ്ധിയില്ല, ക്രൂക്കഡ്നെസ് ഉണ്ട്. അത് കറക്റ്റായ കാര്യമാണ്. അയാൾ കള്ളം പറഞ്ഞ കാര്യമില്ല. അയാൾ പറഞ്ഞത് അയാളുടെ അമ്മയ്ക്ക് അവീതമുണ്ട്. അയാളുടെ ഫാദർ എന്നോട് പറഞ്ഞ കാര്യം പറയാം. എനിക്ക് അയാളുടെ അമ്മയോട് ക്രഷ് ഉണ്ടെന്ന് പറയണോ? അപ്പോൾ വൈറലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു അധപ്പതിച്ച മകനാണ്. സ്വന്തം അമ്മയോട് എനിക്ക് ക്രഷ് ഉണ്ടെന്ന് പറയണോ? വൈറലാവും. ഇത്ര അധപ്പതിക്കാൻ പറ്റുമോ? ഏതൊരു മകൻ അങ്ങനെ പറയുമോ? അത് കേട്ടപ്പോൾ എനിക്ക് പുള്ളിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമായി. അതാണ് ഈ പുതിയ ജനറേഷൻ പിള്ളേരുടെ കുഴപ്പം. ഇതാണ്, അവൻ വളരെ പ്രാക്ടിക്കലാണ്, എന്നെക്കാട്ടിലും വളരെ പ്രാക്ടിക്കലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സ്വന്തം അമ്മയോട് ക്രഷ് പറഞ്ഞാൽ ഏതൊരു മകൻ പറയൂ, ഏതൊരു മകൾ പറയൂ? അത് പറഞ്ഞ കാര്യം തന്നെയാണ്. പുള്ളിക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പുള്ളിയിൽ കൂടെ ആ ടൈമിന് ആൾ നടക്കേണ്ട അയാൾ ഉപയോഗിക്കുകയാണ്. ഇവർ കാണിക്കുന്ന വെറും കോമാളിത്തം. അവൻ പൊട്ടൻ, എല്ലാവരും പറയാൻ പൊട്ടനൊന്നുമല്ല, അവൻ ആളുകളെ കബളിപ്പിക്കുകയാണ്. അവനിപ്പോൾ ബിഗ് ബോസിൽ കയറണം, അതിനുവേണ്ടി ഓരോ ദിവസം ഓരോ ഇവൻറ്റ് ഓരോ സംഭവം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കണം. ഈ ഇപ്പോൾ ഓരോ മണ്ടത്തരം പറയും, ആ മണ്ടത്തരം പ്ലാൻ ചെയ്ത് പറയാനാണ് ഇത്. അതിൻ്റെ പിന്നെ വന്ന ടൈഗറാണ്, അവനോടുള്ള പുച്ഛം. ടൈഗറാണ് കോമാളിത്തം. അപ്പോൾ ഇവനെന്താ കാണിച്ചത്? ഇവൻ കാണിച്ച കോമാളിത്തരല്ലേ? ഞാനൊന്നും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നാളെ ഷെയ്നിൻ്റെ കൂടെ ഒരു അത് ട്രോളാക്കി മാറ്റി. ട്രോളന്മാരാണ് ഇതാക്കിയത്. ട്രോള് നല്ല ഇൻ്റലിജൻ്റ് ആക്ടിവിറ്റി, പക്ഷേ ഒരുപാട് ഡാമേജ് വരുത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ കാണുന്ന ട്രോൾ മാത്രം, അവർ ചിരിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് എന്നെ ആ രീതിയിൽ അറിയുള്ളൂ. അല്ല ഞാൻ ഒരു എഞ്ചിനീയർ ആണെന്നോ PhD ചെയ്യുന്ന ആളാണെന്നോ IIT ബോംബെയിൽ കിട്ടിയ ഇതൊന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചാൽ ഞാൻ വെറൊരു കോമാളിയാണ്. അത് മീഡിയ ആ രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തതാണ്.
ഇവിടെ പല മീഡിയക്കാരും അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ പെരേരയിലാണ് ശരിക്കും കാഞ്ചിൻ്റെത് കോമാളത്തിന് മനഃപൂർവ്വം. ഇപ്പോൾ സൈനികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ആ പടം നല്ലൊരു പടമായിരുന്നു. അത് പുള്ളിയുടെ ഫാദറിനെ ഒതുക്കിയ പോലെ പുള്ളി ഒതുക്കാൻ നോക്കുകയാണ് സൈനികത്തെ. ശാന്തി ദിനേശ് വളരെ മോശം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഫാദർ നല്ലൊരു മനുഷ്യനും നല്ലൊരു കലാകാരനായിരുന്നു, പക്ഷെ ഒന്നും ആയില്ല. ആ അവസ്ഥ സൈനികത്തിന് വരലേന്ന് ആഗ്രഹിക്കണം. അതേപോലെ വേറെ കാര്യം, മാർക്ക് കൊണ്ട് പടം ഇറങ്ങിയപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് എനിക്കറിയാം. റിലീസ് ചെയ്യുന്ന ആളുണ്ട് ഒബ്സ്ക്വറല്ല, അവർ 6 മാസമാണ് ബില്ല് വർക്ക് ചെയ്തത്. ഇതുവരെ ഇല്ലാത്ത മാർക്കറ്റിംഗ് ആണ്. സാധാരണ മാർക്കറ്റിംഗ് ആണ് ഇൻ്റർവ്യൂ അങ്ങനെ പലതുമാണ്. ഇവർ മാർക്കറ്റ് ചെയ്തിട്ട് അവസാനം ആ ക്രെഡിറ്റ് വേറെ ആൾ കൊണ്ടുപോകാൻ. ഉണ്ണിമൂന്തൻ്റെ പി ആർ ഉണ്ണിമൂന്തം ഉണ്ടായിരിക്കുക, ഒന്നും മിണ്ടില്ല. എനിക്കിവരറിയാം 6 മാസത്തോളം രാത്രിയെല്ലാം എന്നെ കഷ്ടപ്പെട്ട് ചെയ്താണ് എൻ്റെ ആ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ. ഇത് സിനിമ ഫീൽഡല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്, റിസർച്ചിന് എല്ലായിടത്തും ഉണ്ട്. മറ്റുള്ളവരുടെ ഐഡിയ അടിച്ചു മാറ്റാം. ഇപ്പോൾ ബിൽഗേറ്റ്സ് ചെയ്തതാണ്, ഫേസ്ബുക്കിൽ സുക്കർബർഗ് ചെയ്തതാണ്. ഇൻ്റലക്ച്വലി ഓണസ്റ്റി ഇല്ല, ഇൻ്റഗ്രിറ്റി ഇല്ല, വേറൊരാളുടെ ഇത് അടിച്ചു മാറ്റാം. അത് സിനിമ ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ എന്ന ആൾ വലിയ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ പുള്ളി ഒരുപാട് പേര് കഥ മോഷ്ടിച്ചിട്ടുണ്ട്. നാടോടി കാറ്റുമാത്ത കഥ സിദ്ദിഖ് ലാലിൻ്റെ പുള്ളി അടുത്ത് തന്നെ പല റൈറ്റേഴ്സും പല ആൾക്കാർ വന്ന് ചെയ്തു. മലയാളം ടീച്ചേഴ്സ് വന്ന് കഥ പറയും, പുള്ളി കഥ കൊള്ളില്ല പറയും. അത് കഴിഞ്ഞ് പുള്ളി കഥ അടിച്ചു മാറ്റും. എന്നിട്ടാണ് പുള്ളി മോഹൻലാലിനെ കുറിച്ചുള്ള കുറ്റം പറയുന്നത്. മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ അതുല്യം നടന്നതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ മമ്മൂട്ടിയെ പോലെ നല്ല റോൾസ് ചെയ്യുകയാണെങ്കിൽ നല്ല റോൾ തന്നെ ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. ഇപ്പം വേൾഡ് സിനിമയിൽ കണ്ട ബെസ്റ്റ് ആക്ടർ എന്ന് പറയാം. പക്ഷെ പുള്ളി സെലക്റ്റീവ് അല്ല, ഫാസ്റ്റ് അല്ല, സെലക്റ്റീവാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കേസ് പറഞ്ഞാൽ നാച്ചുറൽ ആക്ടിങ് രണ്ടും ഉണ്ട്. മെത്തേഡ് ആക്ടിങ് പുള്ളി ഇപ്പോൾ വാനപ്രസ്ഥം അല്ലെങ്കിൽ ഭരത ഇതെല്ലാം ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിങ് ആണ് 20 ചെയ്തപ്പോൾ. എന്നാൽ വേറെ കൊമേഴ്സ്യൽ പാട്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിങ് ആണ്. ഇത് രണ്ടും നടന്ന വേറെ ഇല്ല. മമ്മൂട്ടിയിലെ മെത്തേഡ് ആക്ടറാണ്, കമലഹാസൻ മെത്തേഡാണ്, ഫാസ്റ്റ് മെത്തേഡാണ്, ഹോളിവുഡ് നടന്മാരെല്ലാം മെത്തേഡാണ്. ഈ രണ്ടും ഉള്ളത് മോഹൻലാലിനാണ്. ഇത്രയും ടാലൻറ്റ് മോഹൻലാലിന് ഇപ്പോൾ നല്ല റോൾസ് കിട്ടുന്നില്ല. അത് പുള്ളി ചുറ്റുമുള്ള സംഘമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളി അന്ന് മാറി. പുള്ളി കംഫർട്ട് സോണിലായിരുന്നു, യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കില്ലായിരുന്നു, മമ്മൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ആവേശമുണ്ടായിരുന്നു കൊടുത്തു, തുടരുമാന തരുമൂർത്തി, സൗദി വെള്ളിക്കയും ഓപ്പറേഷൻ ഡയറക്ടർ, അങ്ങനെ പൃഥ്വിരാജ, അങ്ങനെ യങ് ഡയറക്ടേഴ്സ് ഇപ്പോൾ പുള്ളി വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അതിലൊരു കുഴപ്പം പറഞ്ഞാൽ ഇവർ ഫാൻ ബോയ് ഫിലിംസാണ് ചെയ്യുന്നത്. അത് ഇവർ ആക്ടിങ് കോൺട്രോൾസ് കൊടുക്കണം. ഇപ്പോൾ നരസിംഹന് ശേഷം മോഹൻലാൽ കിട്ടിയ ആക്ടിങ് കോൺട്രോൾസ് പറഞ്ഞാൽ ബ്ലസ് തിയേറ്ററിലാണ് ബ്രഹ്മരം, തന്മാത്ര, പ്രണയം, അങ്ങനത്തെ അഭിനയിച്ച റോൾ പുള്ളിക്ക് കൊടുക്കണം. പിന്നെ മോഹൻലാലിൻ്റെ ഫാൻസ് പറഞ്ഞാൽ ഈ നരസിംഹന് ശേഷം ഉള്ളതുകൊണ്ട് അത് മുമ്പുണ്ട്. ഞാൻ നരസിംഹം മുമ്പുള്ള ഫാനാണ്. നരസിംഹന് ശേഷം പറഞ്ഞാൽ മീശ പിരിക്കുക ഇതൊക്കെയാണ്. അങ്ങനത്തെ മൂവീസ് ഇടയ്ക്ക് വരാം, പക്ഷെ അത് മാത്രമേ ശരിയാവില്ല. ഇപ്പോൾ ആ നരസിംഹൻ്റെ ശേഷം ഒരു 13 ഫ്ലോപ്പ് മോഹൻലാലിന് വന്നു, അതെല്ലാം മീശ പിരിക്കലായി. പക്ഷേ ഇപ്പോൾ രജനീകാന്ത് പറ്റിയതാണ്. രജനീകാന്ത് നല്ലത് നടനായിരുന്നു, ബാദ്ഷാ മൂവിക്ക് ശേഷമാണ് ഇങ്ങനെ ആയത്. അത് കേരളത്തിൽ ആൾക്കാർ സമ്മതിച്ചില്ല, അതുകൊണ്ട് മോഹൻലാൽ രജനീകാന്തേ മാറിയില്ല. മോഹൻലാൽ പറഞ്ഞ താരവും ആക്ടറുമാണ്, സ്റ്റാറുമാണ്. അപ്പോൾ അത് രണ്ടും യൂട്ടിലൈസ്. പണ്ട് 80s അവസ്ഥ 90s ആദ്യം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ നല്ല യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കണം, പക്ഷേ യങ് ഫിലിം മേക്കേഴ്സും ഫാൻ ബോയ് ഫിലിം അല്ല ചെയ്യേണ്ട. ഇയാൾ നല്ല ആക്ടിങ് കൊണ്ട് ഫിലിംസ് കൊടുക്കണം. ബ്രില്യൻ്റ് ആക്ടറാണ്. ആനയ്ക്ക് ആനയുടെ വില അറിയുന്ന ആളെ പുള്ളിയെക്കുറിച്ച് അറിയില്ല, പുള്ളിക്കൊന്നും അറിയില്ല. പുള്ളിയെ ഗൈഡ് ചെയ്യാൻ പ്രോപ്പർ ആൾക്കാരില്ല. ചുറ്റുമുള്ള ആൾക്കാരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പഴയ ഡയറക്ടേഴ്സ് പുള്ളിയുടെ അടുത്ത് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ മമ്മൂട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എല്ലാം ഡിഫറെൻറ്റ് റോൾസാണ്, നല്ല സ്ക്രിപ്റ്റാണ് ചൂസ് ചെയ്യുന്നത്. എന്നാലും ആരായിട്ട് തിരിച്ചു വരികയാണ്. ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല എന്താ ഉള്ളത്. ഇപ്പോൾ ആർക്കെതിരെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സിനിമാക്കാർക്കാട്ടും പബ്ലിസിറ്റിയുള്ള യൂട്യൂബേഴ്സാണ്, ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ്. പക്ഷേ ഞങ്ങൾക്ക് അത്ര ഓൾഡില്ല, അതാണ് മിസ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെ നടന്നു, അതേക്കുറിച്ച് സാബുവിനെ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ മോശമായിട്ടാണ്. ഈ സാബുവിനെ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി വെച്ച് പറയുന്നില്ല? ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നത്? പണ്ടത്തെ എത്ര നടിമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ ഇവിടെ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്, യാതൊരു സംശയമില്ല. കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ സ്വത്ത് പോവും. ലിവിങ് ടൂതറെ ഗേൾഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ പീഡന കേസ്. എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഒരു പെണ്ണ് കഴിച്ച ആണ്ട് ജീവനും കളയാം. ഒരാളെ പ്രേമിക്കാൻ തന്നെ എന്ത് വിശ്വാസത്തിൽ പ്രേമിക്കാൻ പറ്റും? ഇവിടെ എപ്പോഴാണ് പണി വയ്ക്കുന്ന പറയാൻ പറ്റില്ല. എല്ലാ പടിയും മ്യൂസിക് കൺസേൺ എല്ലാം നടന്ന അവസാനം പറയും പീഡനമാണ് പറയും. എത്ര ഡിവോഴ്സ് നടക്കുന്നത്? കല്യാണം ഉടനെ സ്വത്ത് പോവുകയാണ്. പണ്ടത്തെ ആണെങ്കിൽ മോശക്കാരായിരുന്നു. അവർ കുറേ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങൾ കുറേ ഇൽട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് നിയമം അനുകൂലം വന്നപ്പോൾ അവർ മിസ്യൂസ് ചെയ്യുകയാണ്. ഇത് സോവിനിസ്റ്റ് ഓഫ് ഫെമിനിസം എന്നല്ല, പവർ മിസ്യൂസ് ചെയ്യുകയാണ്. പണ്ട് ആണുങ്ങൾ ശരിക്കും പീഡിപ്പിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ, ശാരീരികമായും ലൈംഗികമായിട്ടുള്ള.
പക്ഷേ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമായി വന്നതോടെ ആണുങ്ങൾ അനുഭവിക്കുകയാണ്. പണ്ടത്തെ ആണുങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴത്തെ ആണുങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ എന്താണ്? ഇപ്പോൾ വളരെ നിയമങ്ങൾ വളരെ പ്രശ്നം. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടു ഒരു ട്രാൻസ്ജെൻഡർ കേസ്, ആളെ കണ്ടിട്ട് പോലുമില്ല, ഒരു ബന്ധവുമില്ല, എന്നിട്ട് എൻ്റെ പേര് വന്നു. ഒരാൾ ജീവിതം വെച്ചിൽ കളിക്കുന്ന ഒരു ചാനൽ, അപ്പോൾ പേര് പറഞ്ഞില്ല, ആ ചാനൽ ഓൺലൈൻ ചാനൽ FIR പോലും കിട്ടാതെയാണ് എൻ്റെ ന്യൂസ് ഇട്ടതാണ്. ഒരു ഗ്രൂപ്പുണ്ട്, ആറാട്ടമില്ലേ പറഞ്ഞ ഗ്രൂപ്പാണ്, എൻ്റെ പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അവരെന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്, അവരാണ് എല്ലാ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. ബേസിക്കലി ഇതിൻ്റെ എല്ലാം പ്രശ്നം എത്തിക്സ് ഇല്ലായ്മയാണ്. അത് ഫാമിലിയിലുണ്ടാകും, പക്ഷേ എല്ലാ ഫാമിലിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എഡ്യൂക്കേഷനിലുണ്ടാകാം. എത്തിക്സ് ഉണ്ടെങ്കിൽ സമൂഹത്തിൽ എല്ലാം നല്ല നടക്കും. ഇപ്പോൾ AI ആണെങ്കിലും എന്ത് ടെക്നോളജി, മൊബൈലിൽ ടെക്നോളജി, ഇപ്പോൾ എഡിറ്റിംഗ്, ഇതെല്ലാം മിസ്യൂസ് ചെയ്യുകയാണ്. ഹാക്കിംഗ് മിസ്യൂസ് അല്ലേ? എത്തിക്കൽ ഹാക്കിംഗ് കൊണ്ട് മുഴുവൻ അൺഎത്തിക്കൽ നടക്കുന്നത്. ഇപ്പോഴത്തെ പേരൻസ് എന്താ പറയുന്നത് പിള്ളേരോട്? നിങ്ങൾ പണം ഉണ്ടാക്കാൻ പറയുന്നത്, അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറയുന്നില്ല. ഇപ്പോൾ എക്സ്ട്രാ ഡീസൽ കൊണ്ട് മൂവിയെ കണ്ടു, അതിൽ സ്വന്തം ഫാദറിനെ മദറിനെ ഞാൻ ടോർച്ചർ ചെയ്യുന്നത്, എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും? പിന്നെ മൂന്നിൽ ഞാൻ പറഞ്ഞതാണ്, അതിലും ഒരു നെഗറ്റീവ്, പക്ഷേ അത് ശത്രുവാണ്. പക്ഷേ എക്സ്ട്രാ ഡീസൽ എനിക്ക് ഒട്ടും ഞാൻ ഇൻ്റർവ്യൂലായി പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൽ ആ കഥാപാത്രം കട്ടിലിൻ്റെ അകത്ത് വന്നിട്ട് അപ്പനും അമ്മയും വലിച്ചിടുകയാണ്, ഫിസിക്കലി മെൻ്റലി ടോർച്ചർ ചെയ്യുകയാണ്. ഉടലിന് മൂവിക്കാൻ നെഗറ്റീവ് കൊടുക്കാൻ കാരണം ഭയങ്കര വയലൻസ്, വയസ്സായ ആൾക്കാരോട് വയലൻസ് കാണിക്കും. ഇപ്പോൾ മാർക്കോടെ ആവശ്യത്തിന് വയലൻസ് കാണിക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇനി പറഞ്ഞാൽ ഉടലിൽ കാണിക്കുന്ന വയലൻസ് പറഞ്ഞാൽ പ്രായമായ ആൾക്കാർ കൊല്ലുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറയാം, എഴുത വന്ന തിയേറ്ററിൽ നടക്കുന്ന റിവ്യൂ അല്ല, വെറും ഓരോ ദിവസവും മൂത്രണ്ണൻ, പിന്നെന്താ എന്തൊക്കെ പേരിലാണ് വരുന്നത്? ഇതല്ലേ എന്ത് പേരാണ് മനസ്സിലാവണില്ല. നമ്മളെപ്പോലെ മര്യാദയ്ക്ക് റിവ്യൂ പറയുന്ന ആൾക്കാർ നമുക്ക് വേണ്ട. അവിടെ കോമാന്തരം കാണിക്കുന്നത്. ലാഭവും പറഞ്ഞ ഒരു കാര്യം, പാപ്പരാശി അവിടെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ വീഡിയോ വരുന്ന അറിയില്ല. ഒരു ആക്ട്രസ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരാളെ സംസാരിക്കും, ഞാൻ വെയിറ്റ് ചെയ്യും ഒരു മര്യാദയ്ക്ക്. ഇവന്മാരെടുത്ത് ഇടുന്നത് ഞാൻ അവർ നോക്കുകയാണ്. ഞാൻ ഇതിനെ വെച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്നെ കോഴി എന്നൊക്കെ വിളിക്കുന്നത്, ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട്. കാണുമ്പോൾ ചിരിയാണ്, കളിയാക്കി ചിരിയാണ്. പെൺകുട്ടിയിലാണ് ഏറ്റവും കളിയാക്കുന്നത്. അവർക്ക് ഞാൻ എന്താ സ്ട്രെസ് റിലീവറോ അങ്ങനെന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കര കളിയാക്കി ചിരിയാണ്. ഇപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. പണ്ട് അന്ന് ജൂലുമാലിൽ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു അടിയെല്ലാം ഉണ്ടായതാണ്. എന്നിട്ട് ആ കേസ് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ അവൻ കള്ളക്കേസിലാണ്, അവൻ്റെ കൂടെ ഉണ്ടായ പെണ്ണിനെ കയറി പിടിച്ചു പോകുന്നു, കള്ളക്കേസ് കൊടുക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ അവനെ പൊക്കി. പിന്നെ ഇപ്പോഴത്തെ വലിയ ഡ്രഗ്സിലോട് ഭയങ്കര MDMA ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ ഇവിടുത്തെ പെൺകുട്ടികളെ വെച്ച് ഞാൻ പറയുന്നത് പറഞ്ഞ കേസാണ്. പെണ്ണുങ്ങളെ വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പെണ്ണുങ്ങളുടെ സമയമാണ്, അല്ലെങ്കിൽ ബോജയുടെയും രാഹുൽ ഈശ്വറിൻ്റെ അവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഡ്രസ്സിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഡ്രസ്സിങ് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബോഡി ഷേപ്പ്, നല്ല ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ എന്ത് ഡ്രസ്സ് ഇട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ ഡ്രസ്സിങ് ഒരു ഫാക്ടറിയാണ്. ആണുങ്ങൾക്ക് സെക്സ്വാലിറ്റി കുറച്ച് കൂടുതലാണ്, പെട്ടെന്ന് സ്റ്റിമുലേറ്ററാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യം അവോയ്ഡ് ചെയ്യാനാണുള്ളത്. ഡ്രസ്സിങ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം വളരെ ഹൈ ആണ്, അറിയോ? പുതിയ ജനറേഷൻ കുഴപ്പമില്ല. പുതിയ ജനറേഷൻ പിള്ളേർക്കാണെങ്കിൽ ഈ ഡ്രസ്സിങ്ങൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം അവർ സെക്സ്വലി സാറ്റിസ്ഫൈഡ് ആണ്, ദരിദ്രമല്ല. ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാർക്കാണ് ഈ ഇതെല്ലാം കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. ഇവിടെ ബ്രിട്ടീഷുകാർ മറ്റും വന്നപ്പോൾ പണ്ടല്ല ഇന്ത്യയിലൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഫ്രീ സെക്ഷൻ അലൗഡായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം പാപമായി മാറിയിരിക്കുകയാണ്, എവറിത്തിങ് സിൻ. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇപ്പോൾ തന്നെ പറയാനില്ലേ, ഇപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ സപ്രസ് പോകും. എൻ്റെ അവസാനം അത് ഈ ഒരു സ്ഥലത്ത് സപ്രസ് ചെയ്താൽ വേറെ സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യും. പിന്നെ പീഡനം, റേപ്പ്, ഇങ്ങനെയൊക്കെ പോവുകയാണ്. ആണുങ്ങൾക്ക് വികാരം പെട്ടെന്ന് സ്റ്റിമുലേറ്ററാവും, രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ലവും ആണുങ്ങൾക്ക് ലസ്റ്റാണ് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം പണ്ട് ജയനോട് പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി, പിന്നെ പൃഥ്വിരാജ, ഇപ്പോൾ ടോവിനോ. പെണ്ണുങ്ങൾക്ക് ലസ്റ്റ് തന്നെയാണ്. അവർക്കും 6 ഫീറ്റ് പൊക്കവും 6 ഫീറ്റ് പാക്കും 6 ഫീറ്റ് ഉള്ള ആണുങ്ങളൊക്കെയാണ് ആവശ്യമുള്ളത്. എന്നോട് പെണ്ണ് പറഞ്ഞു, ഞാൻ എനിക്ക് 6 ഫീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, 6 ഫീറ്റ് ഇല്ല, 6 പാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ആരാണ് പറയുന്നില്ല, അങ്ങനെ പെണ്ണുങ്ങളെയാണ്, അങ്ങനെ ആണെങ്കിലും അവർക്ക് ആവശ്യം. എനിക്ക് എൻ്റെ ടൈം കഴിഞ്ഞു, ഇപ്പോൾ 38 പ്രായമായില്ല. ഇപ്പോൾ പിറകൾക്ക് പിന്നും ലേഡി ഫാൻസ് എല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ചോളം, ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഞാൻ കിളവനൊക്കെയാണ്. എന്തായാലും ആട്ടെ, വരുന്നത് വെച്ച് കാണാം. ഈ പ്ലാനിങ്ങിലൊന്നും വലിയ അർത്ഥമില്ല. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതാണ്. February 8, 2020 എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. വൈറലായി, ഫാദർ മരിച്ചു, ഫാദറിൻ്റെ അസുഖം കണ്ടിച്ചു, അവരുടെ ജീവിതം മാറിപ്പോയി. പ്ലാൻ ചെയ്യൽ ഒരു കാര്യമില്ല. ലാലേട്ടൻ ആരാടിക്കാനോ ഡയലോഗിൽ അത് കുറച്ച് പേരായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്, പക്ഷേ ഞാൻ പ്ലാൻഡല്ല. അത് ഭയങ്കര ഒരു തരംഗമായിരുന്നു. ഈ കോളേജിൽ മറ്റേ ഭയങ്കര തരംഗമായിരുന്നു. പക്ഷെ അതുകൊണ്ട് മെയിൻലി വന്നൊരു കോമാളി ഇമേജാണ്. അന്ന് എനിക്കത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഫാദർ ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ മൈത്രീനെ പോലെ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ആ രീതിയിൽ പോയാലും. ഇപ്പോൾ ചെയ്ത്താൻ പോലും ചെയ്ത്താൻ്റെ പോപ്പുലാരിറ്റി വേറെയാണ്, ഇങ്ങനത്തെ പോപ്പുലാരിറ്റി അല്ല. ചെയ്ത്താൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, നല്ല ആൾക്കാർക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ തെക്കോട്ട് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എനിക്ക് പറയാം, നിങ്ങൾ നല്ല മനസ്സുണ്ടാക്കുക, മനുഷ്യത്വം കാണിക്കുക. ഈ ജെൻസി പിള്ളേർ പറയാനുള്ള അതേതാണ്. ഇവർക്ക് അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല, കാരണം അവർ ജനിച്ചു വളർന്നത് അങ്ങനെയാണ്. അവർ മൊബൈലും കമ്പ്യൂട്ടറും കണ്ടാൽ ജനിച്ചു വളർന്ന്. ഒരു വീട്ടിലൊരു ആൾ വന്നാൽ പോലും അവരറിയില്ല. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല മനുഷ്യരാവുക, കുറച്ച് വിശാല മനസ്സ്, ബ്രോഡ് മൈൻഡഡ് ആവുക, നല്ല മനുഷ്യരാവുക, കുറച്ച് മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് ബോധർ ചെയ്യുക, നല്ല ഹ്യൂമൻ ബീയിങ്സായി മാറുക.